ഹലോ, ഗുഡ് ഈവനിങ്. നമ്മുടെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പേപ്പറായിരുന്നു 2022-23 പേപ്പറാണ്. 2022-23 പേപ്പറാണ്. നിങ്ങൾക്ക് കാണാം. ടൈം 2 hours ആണെന്ന് കാണാം. 6ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മാത്തമാറ്റിക്സ് ആണ്. ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് ആണ് കൂൾ ഓഫ് ടൈം പറഞ്ഞിരിക്കുന്നത്. റീഡ് ദ ക്വസ്റ്റ്യൻസ് കെയർഫുള്ളി ഡ്യൂറിങ് ദ ടൈം. ആൻസർ എനി 6, ഏതെങ്കിലും 6 എഴുതിയാൽ മതി. 8 ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 6 ഗുണിക്കണം 5, 30 മാർക്കായിരിക്കും ടോട്ടൽ മാർക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. 30 മാർക്കിലാണ് എന്തുണ്ടാവുക നമ്മുടെ പരീക്ഷയുടെ മാർക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേഗം പറഞ്ഞു പോകും. ഞാൻ ആൻസർ ഡിസ്കസ് ചെയ്യുന്നില്ല, ചെയ്യേണ്ട വിധം മാത്രമാണ് പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആക്ടിവിറ്റി 1 നോക്കാം. ലെറ്റസ് കംപ്ലീറ്റ് ദ ടേബിൾ ആണ്. പറയേണ്ട കാര്യമില്ല. ടേബിൾ കാണുമ്പോൾ തന്നെ ഫുൾ മാർക്കിങ് പോരണം. നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. 1000 തവണത്തിൽ കൂടുതൽ ചെയ്തിട്ടുണ്ടാവും അല്ലേ ക്ലാസ്സിൽ. നമ്പർ കൊടുത്തിട്ടുണ്ട് 12. 12ൻ്റെ ഫാക്ടറൈസേഷൻ ചെയ്യുക. 2 × 2 × 3 ഇങ്ങനെ ഫാക്ടറൈസേഷൻ ചെയ്താൽ മാത്രം പോരാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പ്രൈം നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതണം. ഇപ്പോൾ 12നെ ചെയ്ത് കഴിഞ്ഞാൽ 2 കൊണ്ട് പോയി 6, വീണ്ടും 2 കൊണ്ട് പോയി 3, വീണ്ടും 3 കൊണ്ട് പോയി 1. ഇത് ചെയ്ത് വെച്ചത് കൊണ്ട് മാത്രം മാർക്ക് വരില്ല. 2 × 2 × 3 എന്ന് കൃത്യമായിട്ട് എഴുതണം. ഇത് പറഞ്ഞതാണ്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ അറിയാം. ഇവിടെ 2 ഉള്ളത്. അപ്പം നമുക്ക് 2² × 3⁻1. 2 കൂട്ടിയാൽ 3 ഗുണിക്കണം 1 കൂട്ടിയാൽ 2, 3 ഗുണിക്കണം 2, 6. ഇതൊക്കെ പഠിപ്പിച്ചാണ്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കാണാനൊക്കെ അറിയാം. അത് നമ്മുടെ മോഡൽ എക്സാമിൽ തെറ്റിച്ചവരുണ്ട്, അവർ ശ്രദ്ധിക്കുക. അടുത്തത് 80. അതിൻ്റെ ഫാക്ടറൈസേഷൻ ചെയ്യണം. പ്രൊഡക്റ്റ് ആക്കി എഴുതണം. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കുക, നമ്പർ തന്നിട്ടില്ല, പക്ഷെ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. പിന്നെന്നാ വേണ്ടേ? മാർക്കിങ് പോകുന്നില്ലേ? 2 × 2 3 × 5. 2 × 2 എത്രയാണ്? 2 × 2 × 3 × 5 പറയുന്നത്. 2 × 2 എത്രയാണ്? 4 × 3 × 5 എത്രയാണ്? 15. 15 × 4 എത്രയാണ്? 5 ഗുണിക്കണം 4, 20 ഇടുക. 0, 2 ബാക്കി. ഇവിടെ 4 × 6 60. അപ്പം നമ്പർ കിട്ടി 60. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ അറിയാലോ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇവിടെ 2² ആണ്. 2² ആണ് ഇൻറ്റു 3/1 ഇൻറ്റു 5/1. എക്സ്പോണൻറ്റിനോട് 1 കൂട്ടുക എന്ന് പഠിപ്പിച്ച്. എക്സ്പോണൻ്റ് ആരാ? 2. 2നോട് 1 കൂട്ടിയാൽ 3 ഇൻറ്റു 1നോട് 1 കൂട്ടിയാൽ 2 ഇൻറ്റു 1നോട് 1 കൂട്ടിയാൽ 2. 3 ഗുണിക്കണം 2 എത്രയാണ്? 6. 6 ഗുണിക്കണം 2 എത്രയാണ്? 12 ഫാക്ടേഴ്സ് ഉണ്ടാകും. ഇതൊക്കെ പഠിപ്പിച്ചാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. 225ൻ്റെ ഫാക്ടറൈസേഷൻ ചെയ്തോളുക. പ്രൊഡക്റ്റാക്കി എഴുതിക്കോളുക. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചോളുക. ഓക്കെ, 5 മാർക്കിങ് പോന്നേ. 5 മാർക്ക് എന്ന് പറഞ്ഞാൽ 5 മാർക്കിങ് പോരണേ. ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്. നമ്പർ ഓഫ് ഫാക്ടേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ഉണ്ടാകേണ്ടതാണ്. ഇനി ഉറപ്പായിട്ട് ഉണ്ടാകുമെന്ന് വെച്ചാൽ എനിക്ക് പറയാനൊന്നും പറ്റില്ല. ഒരു പ്രഡിക്ഷനാണ്. ചിലപ്പം വരാം, ചിലപ്പം വരില്ല. പറയാൻ പറ്റത്തില്ല. വരണമെന്ന് ആഗ്രഹിക്കാം. പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും വരില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവരെ നമുക്ക് അവരുടെ മനസ്ഥിതി ഒന്നും അറിയില്ലല്ലോ. വരണം നമുക്ക് ആഗ്രഹിക്കാം, അത്രേ ഉള്ളൂ. 5 മാർക്കിങ് പോരണം. ഇത് ഓർമ്മിച്ച് വെച്ചോളുക. നമ്പർ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ഒക്കെ എഴുതുന്നത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. വോളിയം എന്നുള്ള ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നിങ്ങൾ നോക്കിയേ. വോളിയം. ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ 5 മാർക്കിങ് പോരുന്ന ചാപ്റ്റർ വേറെ ഇല്ല. അമ്മു ഹാസ് മെനി റെക്ടാങ്കുലർ ബ്ലോക്സ്. 5 സെൻറ്റിമീറ്റർ ലെങ്ത്ത്, 3 സെൻറ്റിമീറ്റർ വിഡ്ത്ത്, 1 സെൻറ്റിമീറ്റർ ഹൈറ്റ്. എല്ലാ സെൻറ്റിമീറ്ററിലാണ് നോക്കുക. എല്ലാ സെൻറ്റിമീറ്ററിലാണ്. ചോദ്യം എളുപ്പമാണ്. വാട്ട് ഈസ് ദ വോളിയം? വോളിയം എങ്ങനെയാണ് കാണുക? വോളിയം അത് കണ്ടുപിടിച്ചോളൂ. ഞാൻ പറയുന്നൊന്നുമില്ല, നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. വോളിയത്തിൻ്റെ ഇക്വേഷനൊക്കെ പഠിപ്പിച്ചാണ്. അത് കൃത്യമായിട്ട് ചെയ്തോളൂ. എങ്കിലും പറഞ്ഞേക്കാം. വോളിയം എന്ന് വെച്ചാൽ ലെങ്ത്ത്, ഹൈറ്റ്, വിഡ്ത്ത് ഗുണിച്ചാൽ മതി. 5 ഗുണിക്കണം 3 15. 15 ഗുണിക്കണം 1 15. 15 ചക്ക 15 മാങ്ങയല്ല, 15 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതണം. യൂണിറ്റ് എഴുതിയിട്ടില്ലെങ്കിൽ മാർക്കില്ല. 15 ചക്കയല്ല, 15 മാങ്ങയല്ല, 15 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അങ്ങനെ തന്നെ എഴുതണം. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മാത്സിൽ യൂണിറ്റിന് വളരെ പ്രാധാന്യമുണ്ട്. മാത്സിലും ഫിസിക്സിലെല്ലാം, എല്ലാത്തിലും, ഏതിലാണെങ്കിലും അതെ. ബി ക്വസ്റ്റ്യൻ നോക്കുക. എ ബിഗ് ബോക്സ് ഹാസ് ഇന്നർ ലെങ്ത് കൊടുത്തിട്ടുണ്ട് 20 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 12 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ. എല്ലാം തന്നിട്ടുണ്ട് മക്കളെ. വെറുതെ ഗുണിച്ച് എഴുതിയാൽ മതി. എന്നാ ചോദ്യം ഫൈൻഡ് ദ വോളിയം. ഇന്നർ വോളിയം എന്ന് കണ്ട് പേടിക്കണ്ട. ഇന്നർ വോളിയം എന്ന് വെച്ചാൽ ഉള്ളിലുള്ള വോളിയം. ഉള്ളിലുള്ള വോളിയം തന്നെയാണ് കേട്ടോ. യഥാർത്ഥത്തിൽ കപ്പാസിറ്റിയെ മറന്നു അല്ലേ. കപ്പാസിറ്റി പഠിക്കുന്നില്ലേ? കപ്പാസിറ്റി അത് ഇന്നർ വോളിയം തന്നെയാണ്. സാധനം ഒന്ന് തന്നെയാണ്. പല പേരുകളിൽ വരും, പേടിക്കണ്ട. പല രൂപത്തിൽ വരും.
ഏതോ കഥയിൽ പറയുന്നില്ലേ പല രൂപത്തിൽ വരുന്ന. പക്ഷെ പേടിക്കാൻ പാടില്ല, എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ അറിഞ്ഞാൽ മതി മക്കളെ. ഓക്കെ, വോളിയം കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കില്ലാത്ത സമയമാണ്, കൃത്യമായിട്ട് പഠിക്കുക. 20 സെൻറ്റിമീറ്റർ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്, ബ്രെഡ്ത്ത് കൊടുത്തിട്ടുണ്ട്, ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് ഒന്നാണോ മക്കളെ? യൂണിറ്റ് ഒന്നാണോ നോക്കി. ഇവിടെ സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ സെൻറ്റിമീറ്റർ, നല്ല സെൻറ്റിമീറ്ററിലാണ്. മാർക്കിങ് പോകുന്നില്ലേ? ഫുൾ സെൻറ്റിമീറ്ററിലാണ്. വോളിയം കണ്ടുപിടിച്ചോളാം. വോളിയം എന്താണ്? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത്ത് കൊണ്ട് ബ്രെഡ്ത്ത് കൊണ്ട് ഹൈറ്റ് കൊണ്ട് ഇത് കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് വേഗം ഉത്തരം കിട്ടും. അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചോളുക. ഇവിടെ ഒരു വോളിയം കിട്ടും. ആദ്യം ഒരു വോളിയം കിട്ടിയല്ലോ. ഇവിടെ ഒരു വോളിയം കിട്ടി. എ ക്വസ്റ്റ്യനിൽ ഒരു വോളിയം കിട്ടി, വോളിയം 1. ബി ക്വസ്റ്റ്യനിൽ ഒരു വോളിയം കിട്ടി, വോളിയം 2. ഇനി അതിനും രണ്ടിനും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സി ക്വസ്റ്റ്യൻ. ഹൗ മെനി സ്മോൾ റെക്ടാങ്കുലർ ബ്ലോക്സ് ഈസ് നീഡഡ് ടു ഫിൽ ദ ബോക്സ്? ഫില്ല് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹരിച്ചാൽ മതി. മക്കളെ, ഹരിച്ചാൽ മതി. എന്ത് ഹരിച്ചാൽ മതി എന്ന് പറയണേ? ആദ്യമുള്ള വോളിയം ഉണ്ടല്ലോ, രണ്ടാമത് കണ്ടുപിടിച്ച വോളിയം, വലിയ വോളിയം അല്ലേ? ആ വലിയ വോളിയത്തെ V2 ഡിവൈഡഡ് ബൈ V1 രണ്ടാമത്തെ വോളിയം കൊണ്ട് ഹരിച്ചാൽ മതി. ഉത്തരം കൃത്യമായിട്ട് കിട്ടും. മനസ്സിലായോ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഉത്തരം കൃത്യമായിട്ട് നമുക്ക് എഴുതി കണ്ടുപിടിക്കാൻ പറ്റും. അത് ഞാൻ ചെയ്യണോ? എല്ലാം ചെയ്തെന്ന പ്രശ്നമാണല്ലോ. എത്രയാ വോളിയം? രണ്ടാമത്തെ വോളിയം പറഞ്ഞേ. 20 ഗുണിക്കണം 12 ഗുണിക്കണം 4. എങ്ങനെ എളുപ്പം ചെയ്യാൻ പറ്റുക? 20 4 ആദ്യം ഗുണിക്കുക, 80. 80 ഗുണിക്കണം 12 അല്ലേ പറഞ്ഞേ? എങ്ങനെയാണ് എളുപ്പം ചെയ്യുക? 80 10 കൊണ്ട് ഗുണിച്ചാൽ 800 പ്ലസ് 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 80. 80 160 അല്ലേ? 0 6 8 9 960. അപ്പോൾ ആദ്യത്തെ വോളിയം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എത്രയാണ്? 15. അപ്പോൾ 960 ഹരിക്കണം 15. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും. 960 ഹരിക്കണം 15 64 എന്നുള്ള ആൻസർ കിട്ടും. ചെയ്ത് നോക്കണേ. ഞാൻ ചെയ്യുന്ന കൊണ്ട് ചെയ്യാൻ നിൽക്കരുത്, കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ വോളിയം എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്ന് മാത്രം ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും തെറ്റിയാൽ സി ക്വസ്റ്റ്യനും തെറ്റും. മനസ്സിലായില്ലേ? എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും തെറ്റിയാൽ സി ക്വസ്റ്റ്യനും തെറ്റും. 5 മാർക്ക് പോയി കിട്ടും. അപ്പം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. 5 മാർക്ക് ഇങ്ങ് വാങ്ങിച്ചോളണേ. 5 മാർക്കാണ്. 5 മാർക്ക് പറഞ്ഞാൽ 5 മാർക്കും കൃത്യമായിട്ട് ഇങ്ങോട്ട് വാങ്ങിച്ചോണേ. ക്ലിയർ ആണല്ലോ? പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. വോളിയം നല്ല രീതിക്ക് പഠിച്ചോളുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ചെയ്തോളുക. ഓക്കെ, നമ്പർ ഓഫ് കാർഡ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഈ നമ്പർ ഓഫ് കാർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കണം. കുറേ കാർഡുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? എല്ലാം ഡെസിമൽ നമ്പറാ. ഏതാ പാഠം? ഡെസിമൽ. ഏതാ പാഠം? ഡെസിമൽ നമ്പർ. നോക്കാം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ? ഏറ്റവും വലുത് ഏതാണ്? ലാർജസ്റ്റ് നമ്പർ ഏതാണ്? നോക്കിയേ. ഇതെല്ലാം 14 ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾ കണ്ടുപിടിക്കുക, സമയം കളയരുത്. 14 അത് നോക്കണ്ട. അതിലും വലുത് 15 എന്തായാലും ഉണ്ടല്ലോ. ഈ 15 മാത്രം നോക്കിയാൽ മതി. 15.283, 15.823 ഏതാ? കാണുമ്പോൾ തന്നെ അറിയാം. 15.823 വലുത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ്? ലാർജസ്റ്റ് കണ്ടുപിടിച്ചു, ഏതാ? 15.823. ഇനി സ്മോളസ്റ്റ് ആരാ? നോക്ക്. സ്മോളസ്റ്റ് ആരാണ്? ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 14.12 ഉണ്ട്, ഇവിടെ 14.02 കേട്ടുണ്ട്. അപ്പോൾ പലരും ചിന്തിക്കും 14.12 ചെറുത്. അല്ല, അങ്ങനെ വിചാരിച്ച തെറ്റി, മാർക്ക് പോയി. 14.0 ഏറ്റവും ചെറുത്. ഇത് 14.1 അപ്പോൾ ഏറ്റവും ചെറുത് ഏതാ? 14.028. രണ്ടും കൂടി കുറക്കുക. ഡിഫറൻസ് അല്ലേ പറഞ്ഞ? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കുറക്കുക. കുറച്ചുകൂടെ എഴുതിക്കൊള്ളുക. 2 മാർക്ക്. ആദ്യത്തെ 2 മാർക്ക് ഉണ്ടാവും, രണ്ടാമത്തെ 2 മാർക്ക് ഉണ്ടാവും. റൈറ്റ് ദീസ് നമ്പേഴ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്? കൂടി വരുന്ന രീതിയിൽ ഇങ്ങനെ എഴുതുക. കൂടി വരുന്ന രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യുക. ഡിസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ എന്താ? കുറഞ്ഞു വരുന്ന രീതിക്ക് എഴുതുക. അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പഠിച്ചോളൂ മക്കളെ, പഠിച്ചോളൂ. വേറെ വഴികളൊന്നുമില്ല. പഠിക്കാതെ ഗണിതം എളുപ്പമാക്കാൻ സാധിക്കില്ല. ഓക്കെ, അതാണ് ആക്ടിവിറ്റി 3. 5 മാർക്ക് ഗ്യാരണ്ടി മാർക്കാണ്. ഡെസിമലും ഡെസിമൽ ഓപ്പറേഷൻസും. ഡെസിമൽ പ്ലസ് ഡെസിമൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, 2 ചാപ്റ്ററിന് ഒരുമിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഡെസിമൽ നമ്പേഴ്സും അറിയണം, അതേപോലെ തന്നെ ഡെസിമൽ ഓപ്പറേഷൻസും അറിഞ്ഞിരിക്കണം. ഹൗ മെനി ബാംഗിൾസ്? അടുത്ത ചാപ്റ്റർ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ബാംഗിൾസ്? നോക്കാം എന്തൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. അനു ഹാസ് 2 ബാംഗിൾസ്
ഫോർ 1/2 gram ഈച്ച്. അനുവിൻ്റെ കയ്യിൽ 2 ബാങ്കിളുണ്ട്. 4 1/2 gram ഈച്ച്. 2 ബാങ്കുകളാണ്, 2 വളകളുണ്ട്. ഓരോന്നിനും 4.5 gram ഉണ്ട്. ഓരോന്നിനും 4.5 gram ഉണ്ട്. വരച്ചാൽ ഗണിതം എളുപ്പമാകും. വരച്ചു പഠിച്ചാൽ ഗണിതം എളുപ്പമാകും. 2 ബാങ്കിലുണ്ട്. ഓരോന്നും 4.5 gram ആണ്. ഗ്രാം 4.5 gram. ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ ടോട്ടൽ വെയിറ്റ് ഓഫ് അനൂസ് ബാങ്കിള്? ടോട്ടൽ വെയിറ്റ് ഗ്രാമിൽ പറയുന്നുണ്ട്. ഇൻ ഗ്രാം ടോട്ടൽ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? 1 2 അല്ലേ ഉള്ളേ? 1 4 അടുത്തേര് 4 4 കൂട്ടി 9 നിങ്ങൾക്ക് അറിയാമല്ലേ? 4 കൂട്ടിയാൽ 9 അല്ലേ? ഇനി അതല്ലാണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? 1ന്റെ വെയിറ്റ് 4.5 അതായത് 1ന്റെ വെയിറ്റ് 4.5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിക്സഡ് ഫോം ഒന്ന് നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റി എത്ര കിട്ടും? 9/2 കിട്ടും. അപ്പോൾ 1ന്റെ വെയിറ്റ് 9/2 gram ആണ്. അപ്പോൾ 2ന്റെ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? 2 × 9/2. 2 × 9/2 ചെയ്താൽ എത്ര കിട്ടുക? ഈ 2ഉം 2ഉം ക്യാൻസലായി. ബാക്കി എത്ര മാത്രമേ ഉള്ളൂ? 9 മാത്രം. 9 gram. അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. 1ന് 4.5 ആണെങ്കിൽ 2 9 ആയിരിക്കുമല്ലോ. അത്രേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. ഹൗ മെനി സച്ച് ബാങ്കിൾസ് ആർ നീഡഡ് ടു മേക്ക് 63 gram? 63 gram ഉണ്ടാകാൻ എത്ര ബാങ്കിൾ വേണ്ടി വരുന്നതാണ് ചോദ്യം. 1ന്റെ വെയിറ്റ് എത്രയാ മക്കളെ? 1ന്റെ വെയിറ്റ് 9/2 gram ആണ്. അത് എവിടുന്ന് കിട്ടിയേ? അതിവിടെ തന്നിട്ടുണ്ട്. 4.5 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 63 gram ആകാൻ എത്ര ബാങ്കിൾ വേണ്ടി വരുന്ന ചോദ്യം. അങ്ങനെ എത്ര ബാങ്കിൾ വേണ്ടി വരും? ഹൗ മെനി സച്ച് ബാങ്കിൾസ് ആർ നീഡഡ് ഹരണമാണ്. ഏത് കൊണ്ട് ഹരിക്കണം? 63 9/2 കൊണ്ട് ഹരിക്കണം. 63നെ 9/2 കൊണ്ട് ഹരിക്കണം. ഇവിടെ ഹരിക്കട്ടെ. 63 ഹരിക്കണം 9/2. ഏത് ഓപ്പറേഷൻ പറഞ്ഞോട്ടെ? നിങ്ങൾ പറഞ്ഞോട്ടെ ഏത് ഓപ്പറേഷൻ ഏതാ? പറ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓപ്പറേഷൻ കിട്ടണം. 2 ഫ്രാക്ഷൻസിനെ ഹരിക്കണം. അപ്പോൾ ആദ്യത്തെ ഫ്രാക്ഷൻ അങ്ങനെ തന്നെ വെക്കുക. 63/1 ഗുണിക്കണം രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ 9/2ന്റെ റെസിപ്രോക്കൽ എന്താണ് മക്കളെ? 2/9. 2/9 ആണ് രണ്ടാമത്തെ റെസിപ്രോക്കൽ. പരിപാടി വരുന്നുണ്ടോ? മാർക്ക് വരുന്നുണ്ടോ? എങ്ങനെ ചെയ്യാം? പല രീതിയിൽ ചെയ്യാം. ഞാൻ എളുപ്പ വഴി പറയാം. 63 മുകളിലുണ്ട്, 9 താഴെയുണ്ട്. 63നെ 9 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 7. അപ്പം മുകളിൽ 7 ഗുണിക്കണം. ബാക്കി ആരുള്ളത്? 2. 7 ഗുണിക്കണതിനാണ് എത്രയാണ്? 14. അപ്പോൾ 14 ബാങ്കിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ എത്ര ഗ്രാം ആവുള്ളൂ? 63 gram ആവുള്ളൂ. അപ്പോൾ എത്ര ബാങ്കിൾ വേണം? 14 ബാങ്കിൾ വേണം. കാണുന്നില്ലേ ഇവിടെ? ലൈറ്റ് കളറായതുകൊണ്ട് ചിലപ്പോൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. 14 ആൻസർ വരിക. ക്ലിയർ ആണല്ലോ മക്കളെ? അത് ഏതാ ചാപ്റ്റർ ഏതാ? ഫ്രാക്ഷൻ ആണ്. ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ അടക്കം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതാണ് റെസിപ്രോക്കൽ അടക്കം പഠിക്കണം. മുഴുവൻ പഠിക്കണം. എല്ലാം പഠിക്കണം. പഠിക്കാണ്ടൊന്നുമില്ലല്ലോ. പഠിക്കാണ്ട് മാർക്ക് വേണ്ട. പഠിക്കാത്ത കുട്ടികൾ എന്താ ചെയ്യുക? മാർക്ക് വാങ്ങിക്കേണ്ട കാര്യം. വെറുതെ പോയിട്ട് എന്താ കാര്യം? 10ാം ക്ലാസ്സിൽ തോൽക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ തോൽക്കണ്ട. ആദ്യമേ പഠിച്ചു പോവുക. പഠിക്കുന്നവർ മാത്രം പരീക്ഷ എഴുതുക. എപ്പോഴും പറയുന്നില്ലേ? പഠിക്കുന്നവർ മാത്രം പരീക്ഷ എഴുതുക. ആക്ടിവിറ്റി 5 നോക്കാം മക്കളെ. ആക്ടിവിറ്റി 5 ഇതൊക്കെ മയക്കുന്നുണ്ടേ മക്കളെ? ഇതൊക്കെ മയക്കുകയാണേ. ഇവിടെ നമുക്ക് ആക്ടിവിറ്റി 5 ചെയ്ത് നോക്കാമല്ലോ. ഓക്കെ. പഠനം ഗംഭീരമാകുമ്പോൾ മാർക്കും ഗംഭീരമാകും. ഓക്കെ. ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഗാർഡൻ ആണ് പോലും. നോക്കുക. ദ പിക്ചർ ഓഫ് എ റെക്ടാങ്കുലർ ഷേപ്പ്ഡ് ഗാർഡൻ. ഒരു ഗാർഡൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് മക്കളെ. അതിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട് 5.75 ആണ്. വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട് 3.65 മീറ്റർ ആണ്. ഓക്കെ. 2 മീറ്ററിലാണ്. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 2 മീറ്ററിലാണ്. വാട്ട് ഈസ് ദ പെരിമീറ്റർ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാത്രമേ ഉള്ളൂ, മറന്നു പോയത്. ഏരിയ എന്ന് വെച്ചാൽ ലെങ്ത് ഇൻറ്റു വിഡ്ത്താണ്. പെരിമീറ്റർ എന്ന് വെച്ചാൽ 2 × ലെങ്ത്ത് പ്ലസ് വിഡ്ത്താണ്. അത് കണ്ടുപിടിച്ചോളൂ. ഞാൻ ചെയ്ത് തരികയില്ല, കണ്ടുപിടിച്ചോളുക. ലെങ്ത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വിഡ്ത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചോളുക. സ്വന്തമായിട്ട് കണ്ടുപിടിച്ചോളാം. പോട്ടെ. ബി ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഇൻ ദ ഗാർഡൻ? അയ്യോ, വളരെ എളുപ്പം ചോദ്യം. ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ലെങ്ത്ത് എത്രയാണ്? ലെങ്ത്ത് 5.75 മൈനസ് വിഡ്ത്ത് എത്രയാണ്? 3.65. രണ്ടും കൂടി കുറച്ചോളുക, ഉത്തരം എഴുതിക്കോളുക. ഇനി ഡിഫറൻസിന് പകരം സം ചോദിച്ചെങ്കിലോ ഇവിടെ കുറക്കലിന് പകരം കൂട്ടലായിട്ട് മാറും. അത്രയേ ഉള്ളൂ.
സി ക്വസ്റ്റ്യൻ ഡെസിമൽ നമ്പേഴ്സ് എന്നുള്ള ചോദ്യമാണ്. ഫൈൻഡ് ഔട്ട് ദ ഫ്രാക്ഷൻ ദാറ്റ് ഷോസ് ബ്രെഡ്ത്ത് ഓഫ് ദ ഗാർഡൻ. ബ്രെഡ്ത്തിന്റെ ഇവിടെ ബ്രെഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫ്രാക്ഷണൽ ഫോം എന്താണ്? നിങ്ങൾ ഓപ്ഷൻ നോക്കാണ്ട് പറഞ്ഞേ. 3 എത്രയാണുള്ളത് മക്കളെ? 3.65 അല്ലേ? 3.65 എത്ര തവണ ചാടിയിട്ടുണ്ട്? 2 തവണ ചാടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ 365 2 തവണ ചാടിയാൽ 100. അപ്പൊ 365/100 ഉണ്ടോ നോക്കിയേ. ഇതാ 365/100 മാർക്കിങ് പോകുന്നില്ലേ? 365/100 മാർക്ക് വരുന്ന വഴി കണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത് പഠനം മനോഹരമായാൽ മാർക്കും മനോഹരമാകും. ആക്ടിവിറ്റി 6 നോക്കാം മക്കളെ. ആക്ടിവിറ്റി 6 സമയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. പഠിക്കാൻ തുടങ്ങലല്ല, പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വേണം പറയാം. ഫൈൻഡ് ദ കപ്പാസിറ്റി. വീണ്ടും വോളിയത്തിന്റെ ക്വസ്റ്റ്യൻ. വീണ്ടും വോളിയം വിട്ടൊരു കളിയില്ല മക്കളെ. ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ക്യൂബിക്കൽ വെസൽ ഈസ്. ക്യൂബിക്കൽ വെസൽ കണ്ട. ക്യൂബിക്കൽ വെസൽ എന്ന് വെച്ചാൽ ലെങ്ത് ഈക്വൽ ടു വിഡ്ത്ത് ഈക്വൽ ടു ഹൈറ്റ്. അപ്പോൾ അത് പഠിച്ചോണം. ക്യൂബിക്കൽ വെസൽ എന്ന് പറഞ്ഞാൽ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും എന്താവും മക്കളെ? ഈക്വൽ ആയിരിക്കും. എല്ലാം 10 സെന്റിമീറ്റർ ആണ്. അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും എല്ലാം എന്താണ്? 10 സെന്റിമീറ്റർ ആണ്. ചോദ്യത്തിലേക്ക് കടക്കാം. എ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് വെസൽ ഇൻ ദ ക്യൂബിക് സെന്റിമീറ്റർ? ക്യൂബിക് സെന്റിമീറ്ററിൽ അതിന്റെ കപ്പാസിറ്റി കാണണം. നോക്കിയാൽ മക്കളെ, ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ അതിൽ തന്നെ കാണണം. പക്ഷെ ഇവിടെ കുഴപ്പമില്ല. ഇവിടെ എല്ലാം സെന്റിമീറ്റർ ആയതുകൊണ്ട് കുഴപ്പമില്ല. എങ്ങനെ കപ്പാസിറ്റി കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. 10 ഗുണിക്കണം 10 വരട്ടെ. 1000 സെന്റിമീറ്റർ ക്യൂബ്. 1000 ചക്കയല്ല, 1000 മാങ്ങയല്ല, 1000 സെന്റിമീറ്റർ ക്യൂബ്. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഓക്കെ, കൺവേർട്ട് ദിസ് ഇൻ കപ്പാസിറ്റി. മറന്നു പോകരുത്. അതിനെ കപ്പാസിറ്റിയിലോട്ടേക്ക് മാറ്റണം. എങ്ങനെ? ലിറ്ററിലോട്ടേക്ക്. 1000 അതെങ്ങനെ ചെയ്യാം? അറിയാത്തൊരു പഠിച്ചോണം. ഞാൻ കുറച്ച് മേലെ എഴുതാം. സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലോട്ടേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഹരിക്കണം. ഇവിടെ സെന്റിമീറ്റർ ക്യൂബ് എത്ര സെന്റിമീറ്റർ ക്യൂബാ? 1000 സെന്റിമീറ്റർ ക്യൂബ് അല്ലേ? 1000 സെന്റിമീറ്റർ ക്യൂബിനെ എങ്ങോട്ടേക്ക് മാറ്റണം? ലിറ്ററിലോട്ടേക്ക്. എത്ര കൊണ്ട് ഹരിക്കാനാണ് പറഞ്ഞത്? 1000 കൊണ്ട്. 1000 ഹരിക്കണം 1000 എത്രയാണ്? 1. അപ്പം എത്ര കൊള്ളും? 1 ലിറ്ററിലാണ് ആൻസർ കിട്ടുക. ഇങ്ങനെ സബ് ക്വസ്റ്റ്യൻ വരുമ്പോൾ മറന്നു പോകരുതേ. ഇത് മറന്നു പോകരുത്, വായിക്കണം. ഒക്കെയാണല്ലോ മക്കളെ. എനദർ വെസൽ. വീണ്ടും വെസൽ വന്നേ. എനദർ വെസൽ ഓഫ് ദ സെയിം കപ്പാസിറ്റി. അപ്പം തന്നെ അവിടെ എഴുതി വെച്ചേക്കോ. സെയിം കപ്പാസിറ്റി ആണെങ്കിൽ എത്രയാണ് വരിക മക്കളെ? കപ്പാസിറ്റി സി ഈസ് ഈക്വൽ ടു 1000 സെന്റിമീറ്റർ ക്യൂബ്. ലെങ്ത് 20 സെന്റിമീറ്റർ, ബ്രെഡ്ത്ത് 10 സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ഹൈറ്റ്? പിന്നെ ഹൈറ്റിലെ ചോദിക്കാൻ ബാക്കിയുള്ളൂ. ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ? ഹൈറ്റ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി ഡിവൈഡ് ബൈ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. അതൊക്കെ അറിയുന്ന കാര്യമാണ്. സ്വന്തമായിട്ട് ചെയ്ത് കണ്ടുപിടിച്ചുകൂടാ. കപ്പാസിറ്റി എത്രയാണ്? 1000 ഇവിടെ തന്നിട്ടുണ്ട്. കപ്പാസിറ്റി ഇവിടെ 1000 തന്നിട്ടുണ്ട്. പിന്നെ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്. വിഡ്ത്ത് ഇവിടെ, ബ്രെഡ്ത്ത് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ മാർക്കിങ് പോരും. ഓക്കെ, ചെയ്തോളാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. സി ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇഫ് ദ മെഷർമെന്റ് ഓഫ് ഓൾ സൈഡ്സ് ഓഫ് ക്യൂബ്സ് ആർ ഡബിൾഡ്. If the measures of all sides of cube are doubled, how many times the volume will be? ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചിലപ്പം ചോദിക്കാം. അതായത് ഈ ക്യൂബിന്റെ സൈഡ് എല്ലാം ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ളത്. ഇഫ് മെഷർമെന്റ് ഓഫ് ഓൾ സൈഡ്സ് ഓഫ് എ ക്യൂബ്, ഒരു സൈഡ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സൈഡ് ഓഫ് എ ക്യൂബ് ആർ ഡബിൾഡ്. ഹൗ മെനി ടൈംസ് ദ വോളിയം വിൽ ബി? വോളിയം എത്ര ടൈംസ് ആകും എന്നുള്ളതാണ് ചോദ്യം. കുറച്ചൊന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് എല്ലാം ഒന്ന് എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ അതിൻ്റെ വോളിയം എത്രയാണ് വരിക? 1 സെന്റിമീറ്റർ ക്യൂബ്. ഇനി ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് ഡബിൾ എന്നല്ലേ പറഞ്ഞേ? ഡബിൾ ഇരട്ടി ആവുക. 1ന്റെ ഇരട്ടി എത്രയാ? 2. അപ്പോൾ അതിൻ്റെ വോളിയം എത്ര വരിക? 2 × 2 4, 4 × 2 എത്രയാണ്? 8. വോളിയം 8 സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ,
ആദ്യത്തെ വോളിയം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ, ആദ്യത്തെ വോളിയം 1 മീറ്റർ ക്യൂബ്. മയക്കുവാ ഞാൻ ചെയ്തല്ലേ, സമയമില്ലാത്ത സമയത്ത് ഒരു പരിപാടി. 1 സെന്റിമീറ്റർ ക്യൂബ് അല്ലേ മക്കളെ? നോക്കിയേ, ആദ്യത്തെ വോളിയം 1 സെന്റിമീറ്റർ ക്യൂബ്, അടുത്ത വോളിയം 8 സെന്റിമീറ്റർ ക്യൂബ്. അപ്പോൾ വോളിയം എത്ര ടൈംസ് ആയിട്ടാണ് മാറിയേ? ഇവിടെയുള്ള 1 8 ആയിട്ട് മാറി എന്ന് വെച്ചാൽ 8 ടൈംസ് ആയിട്ട് മാറും. അപ്പം പഠിച്ചോണം, ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഡബിൾ ആയാൽ അതിൻ്റെ വോളിയം 8 ടൈംസ് ആയിട്ട് മാറും. 8 ടൈംസ് ആയിട്ട് മാറും എന്നുള്ള കാര്യം പഠിച്ചു വെച്ചോണം. ചോദിക്കില്ല എന്ന് വിചാരിക്കാൻ, കുറച്ച് ടഫാണത് ചെയ്യാൻ. മനസ്സിലാക്കാൻ പറ്റുന്നവരൊന്ന് ട്രൈ ചെയ്യുക. ഒന്നുമില്ല, ഇവിടെ കൊടുത്തിരിക്കുന്ന ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഡബിൾ ആയിക്കഴിഞ്ഞാൽ വോളിയം 8 ടൈംസ് ആവും. അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചത്. ഓക്കെ, നിങ്ങളത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ആക്ടിവിറ്റി 7 നോക്കാം. ആക്ടിവിറ്റി 7 നോക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് മയക്കണം, എന്നാലേ ആക്ടിവിറ്റി 7 നോക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഇത്രയും മതി, ഇത്ര സ്ഥലമേ നമുക്ക് വേണ്ടുള്ളൂ. ഓക്കെ, ആക്ടിവിറ്റി 7 നോക്കാം മക്കളെ. ആയിഷ സ്റ്റഡി റൂം ഈസ് റെക്ടാങ്കുലർ ഇൻ ഷേപ്പ്. വീണ്ടും ഏരിയ തന്നെ ആയിരിക്കും തോന്നല്ലോ. ഇറ്റ് ഹാസ് 4.75 മീറ്റർ ലെങ്ത്, 3.85 മീറ്റർ ബ്രെഡ്ത്ത്. ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്, ബ്രെഡ്ത്തും കൊടുത്തിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ? ചെയ്തോളൂല്ലോ, ഞാൻ പറയുന്നില്ലേ. ഇത് പാടേതാന്ന് പറയാം. ഡെസിമൽ ഓപ്പറേഷൻസ് ആണ്. ഡിഒ എന്ന് വെച്ചാൽ ഡോട്ടർ ഓഫ് അല്ല, ഡെസിമൽ ഓപ്പറേഷൻസ് ആണ് ചാപ്റ്റർ. പഠിച്ചോണം. ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്, വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുക. ഡെസിമൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് വരും? 4.75 ഇൻറ്റു 3.84 ചെയ്തോളൂ. ഇന്ന് പറഞ്ഞു തരുമൊന്നുമില്ല, ഇനി ഒരുപാട് തവണ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അത് ചെയ്ത് പഠിക്കാം. ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ദ കോസ്റ്റ് ഓഫ് ടൈലിംഗ് ദ സ്ക്വയർ മീറ്റർ ഓഫ് ഫ്ലോർ ഈസ് 1 സ്ക്വയർ മീറ്ററിനെ ടൈൽ ചെയ്യാൻ 350 രൂപ വേണം. അങ്ങനെയാണെങ്കിൽ ഈ റൂം മൊത്തം ടൈൽ ചെയ്യാൻ എത്ര രൂപ വേണ്ടി വരും? അതാണ് ചോദ്യം. ഒന്നുമില്ല, നമ്മളിതിൻ്റെ വോളിയം കിട്ടുമല്ലോ, ഇതിൻ്റെ ആൻസർ കിട്ടുമല്ലോ. ആ ആൻസർ എന്ന് പറയുന്നതായിരിക്കും ആ സ്ഥലത്തിൻ്റെ മുഴുവൻ ഏരിയ എന്ന് പറയുന്നത്. ആ ഏരിയയിൽ ഒരു ഏരിയ ടൈൽ ചെയ്യാൻ, 1 സ്ക്വയർ മീറ്റർ ടൈൽ ചെയ്യാൻ 350 രൂപ വേണം. അപ്പോൾ ഇത്രയും സ്ക്വയർ മീറ്റർ എന്ത് ചെയ്യാൻ, ടൈൽ ചെയ്യാൻ എത്ര വേണ്ടി വരും? അപ്പം 350 കൊണ്ട് ഗുണിച്ചാൽ മതി. മനസ്സിലായല്ലോ മക്കളെ? അത്രേ ഉള്ളൂ. അത്ര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. 1 സ്ക്വയർ മീറ്റർ ചെയ്യാൻ 350 രൂപയാണ്. അപ്പോൾ 2 സ്ക്വയർ മീറ്റർ ചെയ്യാനോ? 350 ഇൻറ്റു 2, 350 ഇൻറ്റു എന്തൊക്കെയാണ് എഴുതണം, തിരക്ക് പിടിച്ചിട്ട്. 350 ഇൻറ്റു 2, 4 സ്ക്വയർ മീറ്റർ ആണെങ്കിലോ, മീറ്റർ സ്ക്വയർ ആണെങ്കിലോ 350 ഇൻറ്റു 350. പിന്നെ ഇതെങ്ങനെയാ 3000 തന്നെ വരുന്ന മനസ്സിൽ? 350 ഇൻറ്റു 4. അപ്പോൾ ഇവിടെ എത്രയാണോ വോളിയം കിട്ടുക അത്രയും ആ നമ്പറിനെ എത്ര കൊണ്ട് ഗുണിക്കണം? 350 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, സി ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, ഉറപ്പായും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. 184 ഇൻറ്റു 525 ആൻഡ് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 18.4 ഇൻറ്റു 5.25 എത്രയായിരിക്കും? ഒന്നും അത് ചെയ്യാനില്ല, വളരെ എളുപ്പമാണ്. പ്രൊഡക്റ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട്? 2 ഡെസിമൽ. ഇവിടെ എത്ര ഡെസിമൽ ഉണ്ട്? 1 ഡെസിമൽ. അപ്പോൾ ടോട്ടൽ എത്ര ഡെസിമലാ? 3 ഡെസിമൽ. ആൻസറിൽ 3 ഡെസിമൽ ആഡ് ചെയ്താൽ മാത്രം മതി. 1, 2, 3. 96.600, 96.600 അല്ലെങ്കിൽ 96.6 എന്ന് എഴുതിയാലും മാർക്ക് തരും. ഓക്കെ, അടുത്തത് വിച്ച് ഈസ് നെക്സ്റ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാ ചാപ്റ്റർ? നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്. നമ്പേഴ്സ് വീണ്ടും ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്ത് വന്ന ചോദ്യമാണ്. ഓക്കെ, ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പേഴ്സ് വിത്ത് 2 ഫാക്ടേഴ്സ്, 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പർ. 2 ഫാക്ടേഴ്സ് മാത്രമുള്ള നമ്പറിനെയാണ് പ്രൈം നമ്പർ. PN പണിക്കറല്ല, പ്രൈം നമ്പർ. 1 2 ആണ്, 1 3 ആണ്, 1 7 ആണ്. ഇതിന് ഏത് വേണമെങ്കിൽ പറയാം? 2 ഫാക്ടർ മാത്രമുള്ള വേറെ ഏത് നമ്പറുള്ള? 5 വേണമെങ്കിൽ പറയാം. 5, 1 ഉം 5 ആണ് അതിൻ്റെ ഫാക്ടേഴ്സ്. വേറെ ഏത് നമ്പർ പറയാം?
11 വേണേൽ പറയാം. 1ഉം 11ഉമാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. ക്ലിയർ ആണല്ലോ മക്കളെ? അതാണ് 2 ഫാക്ടേഴ്സ്. 2 ഫാക്ടേഴ്സ് ആര് മാത്രമാണ്? പ്രൈം നമ്പർ മാത്രമാണ്. ബി ക്വസ്റ്റ്യൻ, നമ്പേഴ്സ് വിത്ത് 3 ഫാക്ടേഴ്സ്. 3 ഫാക്ടർ വരണമെങ്കിൽ ആ നമ്പർ ഏതെങ്കിലും സ്ക്വയർ ആയിരിക്കണം. നിങ്ങൾ നോക്കിയേ, 4 ഏതിൻ്റെ സ്ക്വയറാ? 2 × 2. 9 ഏതിൻ്റെ സ്ക്വയറാ? 3 × 3. 25 ഏതിൻ്റെ സ്ക്വയറാ? 5 × 5. 6 എടുക്കാൻ പറ്റില്ല, കാരണം 36 എടുത്തു കഴിഞ്ഞാൽ 36 എന്ന് പറയുന്നത് നമുക്ക് പ്രൈം നമ്പേഴ്സ് മാത്രമാക്കിയിട്ട് എഴുതാൻ പറ്റത്തില്ല, കാരണം 6 പ്രൈം അല്ലല്ലോ. ഇനി അടുത്ത പ്രൈം നമ്പർ ആരാ? 7. അപ്പോൾ 7 × 7 എത്രയാണ്? 49. അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? 1, 7, 49. ക്ലിയർ ആണല്ലോ മക്കളെ? പഠിച്ചാൽ എളുപ്പമാണേ. അത്രയും ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ 4 വന്ന് 2 × 2. ഇവിടെ 9 വന്നു 3 × 3. ഇവിടെ 25 വന്നു 5 × 5. എന്തുകൊണ്ട് 6 എടുക്കാത്ത? 6 പ്രൈം അല്ല, അതുകൊണ്ട് 6 എടുക്കാത്ത. പിന്നെ അടുത്ത നമ്പർ ആരാ? 7. 7 × 7 49. അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1, 7, 49. 1, 7, 49. നമ്പേഴ്സ് വിത്ത് 4 ഫാക്ടേഴ്സ്. 4 ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 4 ഫാക്ടേഴ്സ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഏതെങ്കിലും 2 പ്രൈം നമ്പർ ഗുണിച്ചാൽ മതി. 6 ഏതൊക്കെ പ്രൈം നമ്പറാ? 3 × 2. 10 ഏതൊക്കെ പ്രൈം നമ്പറാ? 5 × 2. 15 ഏതൊക്കെ പ്രൈം നമ്പറാ? 5 × 3. ഇനി വേറെ ഏതെങ്കിലും പ്രൈം നമ്പർ ഗുണിച്ചാൽ മതി. ഏതെങ്കിലും പ്രൈം നമ്പർ ഗുണിച്ചാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ 6 എടുക്കാം. 6 ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ. വേറെ ഏത് എടുക്കാൻ പറ്റും? 7 എടുക്കാം. 7 × 2. 2ഉം പ്രൈം നമ്പർ അല്ലേ? 7ഉം പ്രൈമാണ്, 2ഉം പ്രൈമാണ്. നമ്പർ എത്രയാ? 14. അപ്പോൾ ഏതൊക്കെയാ ഫാക്ടേഴ്സ് വരാൻ ചാൻസ് 14ൻ്റെ? 1, 2, 7, 14. 1, 2, 7, 4. ക്ലിയർ ആണല്ലോ മക്കളെ? 1, 2, 7, 4. ഇത് ഒന്ന് എഴുതി വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കുമെന്ന് അറിയില്ല, അഥവാ ചോദിച്ചാലോ? മറ്റേ സലീം കുമാർ പറയണില്ലേ, ഇനി അഥവാ ബിരിയാണി കിട്ടിയാലോ? ഓക്കെ, അതുപോലെ എഴുതി വെച്ചോളുക. നമ്പേഴ്സ് വിത്ത് 2 ഫാക്ടേഴ്സ് പഠിക്കണം, നമ്പേഴ്സ് വിത്ത് 3 ഫാക്ടേഴ്സ് പഠിക്കണം, നമ്പേഴ്സ് വിത്ത് 4 ഫാക്ടേഴ്സ് വരെ പഠിച്ചു വെക്കുക. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വിട്ടുപോരും. ഇവ താഴെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്, 2 മാർക്കിന്റെ ചോദ്യം. ഫാക്ടറൈസ് ആൻഡ് ഓൾ ഫാക്ടേഴ്സ്. കണ്ട, ഓൾ ഫാക്ടേഴ്സ്. ഓൾ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ ടേബിൾ വരക്കണം. ഏതിൻ്റെ? 216ന്റെ ഫാക്ടറൈസേഷൻ ചെയ്യണം, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം, ടേബിൾ വരക്കണം. ടേബിൾ വരക്കണം. ക്ലിയർ ആയല്ലോ മക്കളെ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഇത്രയും ഭാഗങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഒരുപാട് ഭാഗങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. അത്രയും നല്ല ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രം വരിക. പരീക്ഷയ്ക്ക് കയറുമ്പോഴും മുഖം എങ്ങനെയായിരിക്കണം? ഇങ്ങനെയായിരിക്കണം. പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും മുഖം എങ്ങനെയായിരിക്കണം? ഇങ്ങനെയായിരിക്കണം. അല്ലാണ്ട് എങ്ങനെയാകാൻ പാടില്ല, ഇങ്ങനെയാകാൻ പാടില്ല. മനസ്സിലായോ? വീണ്ടും പറയുന്നു, പഠനം ഉഷാറായാൽ മാർക്കും ഉഷാറാവും. അപ്പോൾ ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്.